മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടപ്പെടുന്ന വിവാദ നിയമ ഭേദഗതി പിന്തുണച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ ബില്ലിൽ തെറ്റ് കാണുന്നില്ല എന്നായിരുന്നു തരൂരിൻ്റെ പ്രതികരണം. വിവരങ്ങളുമായി ഇപ്പോൾ അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ഈ ശശി തരൂരിൻ്റെ പ്രതികരണം, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്തിൻ്റെ പ്രതികരണം, ശശി തരൂർ എംപിയുടെ പ്രതികരണം, നേരത്തെ തന്നെ കുറേ നാളുകളായി മോദിയെ പിന്തുണയ്ക്കുന്ന ഘട്ടമാണ്. കോൺഗ്രസ്സിന് അദ്ദേഹത്തെ നിയന്ത്രിക്കാനോ എതിർക്കാനോ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ അജിംഷാദ്, തീർച്ചയായും ജയിലിലായി കഴിഞ്ഞാൽ മന്ത്രിമാർക്ക് പദവി നഷ്ടമാകുന്ന വിവാദ ബില്ലിനാണ് ഇപ്പോൾ ശശി തരൂർ എം പി ഒരു പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകിയിരിക്കുന്നത്. ബില്ലിൽ തനിക്ക് തെറ്റൊന്നും കാണാൻ കഴിയുന്നില്ലെന്നും ഈ ബില്ല് JPC സമിതി വിശദമായിട്ട് തന്നെ പരിശോധിക്കട്ടെ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ശശി തരൂർ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ കോൺഗ്രസ് ചവറ്റുകുട്ടയിൽ എറിയണമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിനാണ് ഇപ്പോൾ തരൂർ ഇത്തരത്തിലൊരു പിന്തുണ നൽകിയിരിക്കുന്നത്. ഈ ഒരു പിന്തുണച്ചുകൊണ്ടുള്ള പ്രസ്താവന കോൺഗ്രസിനെയും കോൺഗ്രസിന്റെയും മറ്റു നേതാക്കളൊക്കെ തന്നെയും വെട്ടിലാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറും അതോടൊപ്പം മറ്റു പ്രധാനപ്പെട്ട നിലപാടുകളിലൊക്കെ തന്നെയും കോൺഗ്രസിനെതിരെ വെട്ടിലാക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന് തലവേദന സൃഷ്ടിക്കുന്ന നിലപാടുകളായിരുന്നു ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി എടുക്കാൻ AICCയോ അല്ലെങ്കിൽ ഹൈക്കമാൻഡോ തയ്യാറാവുകയും ചെയ്തിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ പാർലമെന്റിന് അകത്തും പുറത്തും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ ഭരണഘടനാ ഭേദഗതി ബില്ലിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന, ഈ ബില്ലിനെ പിന്തുണച്ചുള്ള ഒരു പ്രസ്താവന ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പ്രസ്താവനക്ക് പിന്നാലെ കോൺഗ്രസിന്റെ വിവിധ നേതാക്കളിൽ നിന്നും ഇപ്പോൾ ശശി തരൂരിനെതിരെയുള്ള ചില വിമർശനങ്ങൾ കൂടി ഉയർന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും പാർട്ടി നിലപാടുകളുടെ ഒപ്പം പോകാൻ ശശി തരൂർ ശ്രമിക്കണമെന്നതടക്കമുള്ള ചില നേതാക്കളുടെ ഒരു പ്രതികരണം കൂടി ഇപ്പോൾ വരികയാണ്. എന്തായാലും പാർട്ടി ഇതുവരെ അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഇതുവരെയും ശശി തരൂരിന്റെ പ്രസ്താവനയിൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കാനോ തയ്യാറാവുകയും ചെയ്തിട്ടില്ല. ശരി അബ്ദുൾ റഷീദ്.